ഹനാൻ ഷാ എന്ന ചെറുപ്പക്കാരൻ മലപ്പുറം സ്വദേശിനിയാണ്. അതുപോലെ ഒരു യൂട്യൂബറും പാട്ടുകാരനും കൂടിയാണ്. അപ്പം 4 ദിവസം മുന്നുണ്ടായിരുന്ന ഒരു പരിപാടിയിൽ വെച്ചാണ്ട് പരിപാടി നിർത്തിവെക്കേണ്ടതായിട്ടുള്ളൊരു അനുഭവം വന്നു. കാസർഗോഡുള്ള ഒരു പരിപാടിയായിരുന്നു. കാരണം ആ പരിപാടിയിൽ അധികമായിട്ട് ആളുകൾ പ്രവേശിച്ചു എന്നുള്ളതാണ്. ഒരു ഗ്രൗണ്ടായാലും ഏതൊരു സ്ഥലമായാലും അതിൽ കൊള്ളുന്ന ആളുകളുണ്ടാവുമല്ലോ. അതിന് അപ്പുറത്തേക്ക് ആളുകൾ വന്നപ്പം പോലീസിന് അപകട സൂചന മുന്നേ തോന്നിയിട്ട് പെട്ടെന്ന് പോലീസുകാരെ നിർത്തി വെക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു. ആ പരിപാടിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് കൂടുതലും കുട്ടികളും സ്ത്രീകളൊക്കെ ആയിട്ട് വന്നത്. കൂടുതലായിട്ട് കുട്ടികളെ നമുക്ക് കാണാൻ വെച്ചാൽ ഹനാൻ ഷാൻ്റെ കൂടുതൽ ഫാൻസും എന്താണെന്ന് വെച്ചാൽ പാട്ടുകാരൻ എന്നതിലുപരി ഒരു വ്ളോഗർ എന്ന നിലയിലാട്ടോ ഹനാൻ ഷാനെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം, ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടം. അത് ഒന്നാമത് അതിൻ്റെ എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഹനാൻ ഷാൻ്റെ വ്ളോഗ് കണ്ടാൽ ഒരു കുട്ടിത്തത്തിൻ്റെ ഒരിതാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഒരഹങ്കാരമോ ആ ഒരു പണത്തിൻ്റെതോ ഒരു പാട്ടുകാരൻ അതൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ഒരു വ്യക്തി എന്ന നിലയിൽ അടിപൊളി ആളാണ്. കൂടെ നടന്ന പരിപാടിൻ്റെ ഒരു ക്ലിപ്പ് കാണാം, എന്നോട് സംസാരിക്കാം. ഓക്കെ. ഒരിക്കലും പുറത്തുള്ള ആൾക്കാർ അകത്ത് വരാൻ പറ്റില്ല. ഒഫീഷ്യലായിട്ട് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ദയവായി തിരിച്ചു പോകണം. ആൾക്കാർ ഫെയിന്റ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂ ആയാൽ പ്രോഗ്രാം നടക്കില്ല. ഓൾറെഡി ഓവർ ക്രൗഡഡ് ആണ്. ഓരോ പ്രശ്നങ്ങളാണ്. സോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോയി ഇപ്പൊ നിൽക്കുന്നതിൽ ഒതുങ്ങൂല. സോ നമുക്ക് പോലീസായിട്ടും ഇവരായിട്ടും നിയമങ്ങളായിട്ടും സഹകരിച്ചേ പറ്റുള്ളൂ. സോ വലിയൊരു അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് പറയുന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും പതുക്കെ നിന്നും പിരിഞ്ഞു പോകാനാണ് ഇവിടുത്തെ പോലീസ് ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. ദയവ് ചെയ്ത് അപകടം ഉണ്ടാക്കല്ലേ. ഇവിടുത്തെ ഇതിന്റെ ഡബിൾ ആളാണ് ഇതിന്റെ പുറത്തുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ജീവനാണ് ഏറ്റവും വലുത്. ആഘോഷം നമുക്ക് നാളെ നടത്താം. ഇതിനേക്കാളും വലിയ പരിപാടി കാസർഗോഡ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇതേ ടീം നടത്തുന്നതായിരിക്കും. പക്ഷെ ഇന്നൊരു അപകടം ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും മനസ്സിലാക്കുക.